നമ്മളോടൊപ്പം ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ യുഎസ് വിപണിയിലേക്ക് എത്തുകയാണ്. യുഎസ് വിപണിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വലിയൊരു കുതിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ടെക് ഹെവി വെയിറ്റ് ആയിട്ടുള്ള നാസ്ഡാക്ക്, അതിനോടൊപ്പം തന്നെ S&P 500 സൂചികളിൽ വലിയ തോതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർച്ചയായിട്ടൊരു രണ്ടാമത്തെ ദിവസമാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് മൂവ്മെൻറ്റ് ഈ രണ്ട് സൂചികകളും കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡൗ ജോൺസിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്താൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും ഈ ഒരു ബുള്ളിഷ് റാലിയിൽ അത്രയധികം ഒരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് ഡൗ ജോൺസ് സൂചിക്ക് സാധിച്ചിട്ടില്ല എന്ന് കൂടി കാണും. കഴിഞ്ഞ ഒരു വീക്കിൽ പൊതുവെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഡൗ ജോൺസിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഈ ഒരു സൂചികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അനില പറഞ്ഞതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 20,600 പോയിന്റിലായിരിക്കും. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 39,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും ആ ഒരു ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് എത്തുമ്പോൾ ഒരു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണാം. WTI ക്രൂഡ് 0.4% ഇടിവ് രേഖപ്പെടുത്തി $82.81 എന്നൊരു നിലയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്രെൻഡിലേക്ക് എത്തുകയാണെങ്കിലും 0.5% ഇടിവിൽ $86.33 എന്നൊരു നിലയിലുമാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സൂചികയിൽ, ഈ ഒരു കമ്മോഡിറ്റിയിൽ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? തന്നെ തുടരുന്നുണ്ട്. 84-85 ആ ഒരു റേഞ്ചിലാണ് ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ടൊരു വീക്ക്നെസ്സോ സെല്ലിംഗ് പ്രഷറോ ക്രൂഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നേരിടുമെന്ന്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷനുകൾ ഉണ്ടെങ്കിൽ $81.50 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം നല്ലൊരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ വ്യാപാരത്തിൻ്റെ അവസാനത്തെ ഒരു മണിക്കൂറിലേക്ക് എത്തുമ്പോൾ തിരിച്ച് റിക്കവർ ആകുന്ന സൂചികയായിരുന്നു കണ്ടത്. 24,363 എന്നൊരു നിലവര ഉയരാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നതും 24,323.85 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനിച്ചു എന്ന് തന്നെയാണോ കരുതേണ്ടത്? ഫിഫ്റ്റിയുടെ കേസിൽ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നേരിയ തോതിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ നേരിട്ടു. ബട്ട് നമ്മൾ ജൂൺ 4 തീയതിക്ക് ശേഷമുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. 29,900 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിലുണ്ടായ വലിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സൂചികേനെയും വലിയ തോതിൽ ഡ്രാഗ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ കാണാം. 52,660.35 എന്ന നിലയിൽ ഏകദേശം 0.8% ഇടിഞ്ഞിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള തങ്ങളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഈ ഒരു സൂചികയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്ക് അഗെയിൻ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ 53,200-250 ആ ഒരു റേഞ്ചിൽ ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടന്നു വരുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷനുകൾ 51,900 പോയിന്റ്സിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഒരു ശക്തമായിട്ടൊരു മുന്നേറ്റം വീണ്ടും കാണണമെങ്കിൽ 53,400 പോയിന്റ് റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം.
യെസ്, ഒപ്പം തന്നെ SBIയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ HDFC ഒക്കെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഹെവി വെയ്റ്റിൽ വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകിയിരുന്നൊരു ഓഹരിയായിരുന്നു SBI എന്ന് പറയുന്നത്. ഏകദേശം 2.5% നേട്ടത്തിൽ 859.6 എന്നൊരു നിലയിലാണ് SBI ക്ലോസ് ചെയ്തിരിക്കുന്നത്. SBI ഓഹരികൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുമ്പോഴേക്ക് ഏപ്രിൽ മാസത്തിന് ശേഷമാണ് നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 780, 790 ആ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 867 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 895, അതിനുശേഷം 915. കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം നിഫ്റ്റിനെയും നിഫ്റ്റി ബാങ്കിനെയും ഡ്രാഗ് ചെയ്തൊരു ഓഹരി എന്ന് പറയുന്നത് HDFC ബാങ്കിൻ്റെ ഓഹരികളായിരുന്നു. ഇൻട്രാഡേയിൽ ഏകദേശം 5% വരെ ഇടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 4% ഇടിവിൽ 1649.4 എന്നൊരു നിലയിലാണ്. HDFC ഓഹരികളിലെ ഈ ഒരു ഇടിവിനെ നമുക്കൊരു അവസരമായി കണക്കാക്കാമോ? ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മളിപ്പോ HDFC ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും മെയ് 10 ആയിരുന്നു എൻ്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത് 1426 രൂപയിൽ. അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച നമുക്കൊരു റെക്കോർഡ് നേട്ടമായിരുന്നു ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നൽകിയത്. സോ ഇപ്പോൾ കഴിഞ്ഞ 3 സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഇസ് എ വെരി വെരി ഹെൽത്തി കറക്ഷൻ. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ 1585, അതല്ലെങ്കിൽ 1620. സോ ഒരു 1580, 1620 ഈ ഒരു റേഞ്ചിലെ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. യെസ്, അതിനോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റിക്ക് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകിയ ഓഹരി കൂടിയായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 2.5% നേട്ടത്തിൽ 3189.9 എന്നൊരു നിലയിലാണ്. പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ റിലയൻസിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. റിലയൻസിൽ ഈ ഒരു കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നില്ല റിലയൻസിൽ ഓൾറെഡി കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്ന്. സോ കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിനിടയ്ക്ക് നമുക്ക് റിലയൻസിൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 3060 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. യെസ്, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി IT-യുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞൊരാഴ്ചയിൽ സൂചികകൾ ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ ഒരു സെഗ്മെൻ്റാണ് IT സൂചിക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരാഴ്ചയോട് കൂടി ഇപ്പോൾ റിസൾട്ടുകളൊക്കെ വരാനിരിക്കുകയാണ്. പൊതുവേ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ടയർ 1 കമ്പനികൾ, TCS അടക്കമുള്ള കമ്പനികളിലൊക്കെ ഉണ്ടാവുക എന്നൊരു അനാലിസിസ് ഒക്കെ എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി IT സൂചികയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ കൂടിയാണ് ചേർത്താണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു സൂചികയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിന് ഇൻഡെക്സിന് 2 മേജർ റെസിസ്റ്റൻസാണ് കാണുന്നത്. ആദ്യത്തെ 39,100, അതിനുശേഷം 39,500 പോയിന്റ്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഒരു നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷന് ശേഷം ഈ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അതിനോടൊപ്പം തന്നെ ഇൻഫോസിസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിലൊരു നേരിയൊരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 0.19% ഇടിവിൽ 1647.45 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന് മുന്നത്തേക്ക് ട്രേഡിംഗ് ഡേ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്താനായിട്ട് ഇൻഫോസിസ് ഓഹരികൾക്കും സാധിച്ചിട്ടുണ്ട്. ഇൻഫോസിസിലുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇൻഫോസിസിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് അഗെയിൻ ബുള്ളിഷ്. ബട്ട് ഇൻഫോസിസിന് 1760 രൂപ എത്തുമ്പോഴേക്കും ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. സോ പുതിയൊരു ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ഇറ്റ്.
ബട്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, റിസൾട്ട് വരുന്ന സമയത്തൊക്കെ ഉള്ള ഇൻഫോസിസിന്റെ കേസിൽ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കാണാറുണ്ട്. യെസ്, അതിനോടൊപ്പം മിഡ് ക്യാപ് സ്പേസിൽ നിന്നുള്ള, അതായത് ഈ ഓഹരികൾ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ടയർ 2 സ്പേസിലുള്ള കൊഫോർജുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കൊഫോർജും ഏകദേശം 0.5% ഇടിഞ്ഞ് 5870.15 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കൊഫോർജിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. 5,900 to 6,000 rupees ഈ ഒരു റേഞ്ചിൽ ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അറൌണ്ട് 5,500 rupees ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് ഇറ്റ് ഇസ് അറൌണ്ട് 6,000 to 6,200 rupees. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ക്വയറീസ് ചോദിക്കുന്നുണ്ട്. അതിലാദ്യമായിട്ടൊരു പ്രേക്ഷകൻ ജിറ്റോ ജേക്കബ് എന്ന പ്രേക്ഷകൻ BPCLുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. BPCLുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? അടുത്ത കാലത്ത് അതിലൊരു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നിരുന്നു. So the trend continues to be bullish only, and the കൈവശം long position ഉണ്ടെങ്കിൽ continue to maintain the long position. At the moment ഈ ഒരു സ്റ്റോക്കിൽ അങ്ങനെ കാര്യമായിട്ടൊരു വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. കിരൺ രാജ് എന്ന പ്രേക്ഷകൻ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 1% നേട്ടത്തിൽ 329.05 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ഹഡ്കോയുടെ കേസിൽ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 340 രൂപയ്ക്ക് അടുത്തായിരുന്നു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ continue to maintain the long position, but പുതിയ ഒരു ലോങ് പൊസിഷൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ബിന്ദു സന്തോഷ് എന്ന പ്രേക്ഷക ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ 0.1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IOBയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IOB, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഈ തരം സ്റ്റോക്സ് ഒക്കെ ഒന്നിച്ച മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കറക്ഷൻ, ഒരു അല്പം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇൻ ദ കേസ് ഓഫ് IOB നമുക്കൊരു പുതിയ പൊസിഷൻ എടുക്കാൻ ട്രിഗർ ലഭിക്കണമെങ്കിൽ 66-68 ഈ ഒരു റേഞ്ചിന്റെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സച്ചിൻ രാജൻ എന്ന പ്രേക്ഷകൻ IRB ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായി 67.68 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IRB ഇൻഫ്രാസ്ട്രക്ചറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IRB ഇൻഫ്ര നമ്മളെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 70 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 75, അതിന് ശേഷം 82 ആയിരിക്കും. ലീന അനിൽ എന്ന പ്രേക്ഷക റെയിൽവേ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റോക്സിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഏതെങ്കിലും ഓഹരികളുണ്ടോ? ഉണ്ടെങ്കിൽ അവയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ റെയിൽവേ സ്റ്റോക്സ് ഓൾമോസ്റ്റ് എല്ലാ മേജർ റെയിൽവേ സ്റ്റോക്സ്, പ്രത്യേകിച്ച് നമുക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ RVNL നല്ലൊരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിച്ചു. അതിനൊപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റോക്സിലും ഒരു നല്ല മൂവ്മെന്റും കാണാൻ സാധിച്ചു. അറ്റ് ദ മൊമെന്റ് ഈ റെയിൽവേ സ്റ്റോക്സിൽ നമുക്ക് ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു എൻട്രി ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്നത് IRCTCയുടെ കേസിലാണ്. IRCTCയിൽ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 1050 രൂപയുടെ റെസിസ്റ്റൻസ്, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 970 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക.
മറ്റൊരു പ്രേക്ഷകൻ L&T ഫൈനാൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. L&T ഫൈനാൻസിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? L&T ഫിനാൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ ട്രേഡിംഗിൽ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ഭാരത് ഫോർജുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത് ഫോർജ് കഴിഞ്ഞ ദിവസം 0.5% നേട്ടത്തിൽ 1674 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഫോർജിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഭാരത് ഫോർജ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10 സെഷൻസിനിടെ നല്ലൊരു കറക്ഷനും ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. സ്റ്റോക്കിൽ ഇന്ന് നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1690 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1705 രൂപയിലായിരിക്കും. ആൻഡ് ഓൾസോ അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1600 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. മിഷ സംഗീത് എന്ന പ്രേക്ഷക യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്ക് കഴിഞ്ഞ ദിവസം 11% നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. യെസ് ബാങ്കിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? യെസ് ബാങ്ക് അണ്ടർടോൺ ബുള്ളിഷായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലായി ഈ ഒരു സ്റ്റോക്ക്. വെള്ളിയാഴ്ചയായിരുന്നു ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. സോ കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഇത് ആദ്യം തന്നെ ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 28 രൂപ ആൻഡ് അതിനുശേഷം 33 രൂപയിലായിരിക്കും റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. ഒന്നിലധികം പ്രേക്ഷകർ വിവിധ അദാനി സ്റ്റോക്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അദാനി സ്റ്റോക്സിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? ഈ ഒരു ഓഹരികൾ പ്രത്യേകിച്ചും അദാനി പവർ അടക്കമുള്ള ഈ ഒരു ഓഹരികൾ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, പല അഡാനി സ്റ്റോക്സിൽ എനിക്ക് പേഴ്സണലി ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ട്. ആൻഡ് അഡാനി വിൽമറിന്റെ കേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ കേസിൽ ട്രെൻഡ് എല്ലാം തന്നെ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഒരു പുതിയ ബൈങ് ലെവല് നമുക്ക് കിട്ടണമെങ്കിൽ ഈ സ്റ്റോക്ക് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 355 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ബട്ട് 940 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അഡാനി ഗ്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് സൈഡ് വേസ് ആയിട്ട് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ 1855 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചു. ഒപ്പം തന്നെ IREDAയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. IREDAയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? IREDA റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ച വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. പുതിയ ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മൈ എക്സ്പെക്ടേഷൻ കറന്റ് ലെവൽസിൽ നിന്നും നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 10-15% നേട്ടമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. സൂസി എന്ന പ്രേക്ഷക ജിയോഫിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി 0.5% നേട്ടത്തിൽ 353 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോഫിനിൽ ഏതെങ്കിലും തരത്തിലൊരു ബൈങ് ലോ റിസ്ക് ബൈങ് അവസരം കാണുന്നുണ്ടോ? അറ്റ് ദ മൊമെന്റ് ജിയോഫിന്റെ കേസിൽ ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ നമ്മൾ ക്ഷമയോടെ നമ്മൾ ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കുകയാണെങ്കിൽ 370 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സന്തോഷ് എന്ന പ്രേക്ഷകൻ ബർജർ പെയിന്റ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റായി അവസാനിച്ച് 514 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർജർ പെയിന്റ്സിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ബർജർ പെയിന്റ്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നോക്കുകയാണെങ്കിൽ 522 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 545.
മറ്റൊരു പ്രേക്ഷകൻ കോൺഫിഡൻസ് പെട്രോളിയം ഇന്ത്യ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.75% ഇടിവ് രേഖപ്പെടുത്തി 81.93 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോൺഫിഡൻസ് പെട്രോളിയത്തിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? So Confidence Petroleum trend, എല്ലാ ട്രെൻഡും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബോത്ത് ആർ സൈഡ്വേസ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കുകയാണെങ്കിൽ 91 രൂപയുടെ മുകളിൽ ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 77 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഉണ്ണികൃഷ്ണ വർമ്മ എന്ന പ്രേക്ഷകൻ FMCG സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഔട്ട്ലുക്കാണ് ചോദിച്ചിരിക്കുന്നത്. FMCG സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു സൂചികയിൽ താങ്കളുടെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? FMCG സെക്ടർ നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ വരുന്നു. അതിൽ ഏറ്റവും മികച്ചൊരു പ്രയത്നം നമുക്ക് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടെ കാണാൻ സാധിച്ചു. ഇറ്റ് വാസ് ഇൻ ദ കേസ് ഓഫ് ഹിന്ദുസ്ഥാൻ യൂണിലീവർ. സോ ഹിന്ദുസ്ഥാൻ യൂണിലീവറിൽ ഈ ഒരു കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബജാജ് കൺസ്യൂമറിൽ നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ മാരിക്കോ നോക്കുകയാണെങ്കിൽ മാരിക്കോയിൽ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് നല്ലൊരു കറക്ഷൻ നടന്നു വരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 622. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 640, അതിനെ തുടർന്ന് 664. മറ്റൊരു പ്രേക്ഷകൻ എക്സൈഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റീവ് ടോണിൽ 568.2 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. എക്സൈഡ് ഇൻഡസ്ട്രീസിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ എക്സൈഡ് ഇൻഡസ്ട്രി കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയത് 620 രൂപയിൽ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഈ പറഞ്ഞ 620, 630 ഇത് തന്നെ ആയിരിക്കാം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ് ലെവൽസ്. മധു എന്ന പ്രേക്ഷക IEXുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IEXിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ IEX ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 3-4 സെഷൻസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കൈവശം ഉണ്ടെങ്കിൽ 175 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഒന്നിലധികം പ്രേക്ഷകർ യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഒരു ബിസിനസ് അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് ആണ്. കമ്പയർ ചെയ്യുമ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോൾ ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് ആണ് എന്നാണ് വിലയിരുത്തൽ അനലിസ്റ്റുമാരൊക്കെ നടത്തിയിരിക്കുന്നത്. ഓഹരിയിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ടോണിൽ 135.95 എന്നൊരു നിലയിലാണ് യൂണിയൻ ബാങ്കിൻ്റെ ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. യൂണിയൻ ബാങ്കിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി യൂണിയൻ ബാങ്ക് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം നമ്മൾ എത്തിക്കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കാനും സാധിക്കുന്നില്ല. എല്ലാ ട്രെൻഡുകളും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്യുക. കോശി ചെറിയാൻ എന്ന പ്രേക്ഷകൻ ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. GNFCയിൽ കഴിഞ്ഞ ദിവസം 1.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. GNFCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ GNFCയുടെ ട്രെൻഡ് സൈഡ് വേസ് ആയിരുന്ന ട്രെൻഡ് ഇപ്പോൾ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 680 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ കേസിൽ ഒരു ശക്തമായിട്ട് ഒരു മൂവ്മെന്റ് കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് വൈറ്റ് സെഷൻസിൽ 740, 755 ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇത് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകനായ രാജേഷ് പിള്ള NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി വളരെ ഫ്ലാറ്റ് ടോണിൽ 103.65 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. NHPCയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ NHPCയുടെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വെരി വെരി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ടു ബെയറിഷ് എന്ന് പറയാം. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ല ബുള്ളിഷ് ട്രിഗർ ഫോം ചെയ്തു വരുന്നുണ്ട്. 104 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബ്രേക്ക് ഇൻ ടു എ ന്യൂ ഓൾ ടൈം ഹൈ.
അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 81-90 ആ ഒരു റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ഇസാഫുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇസാഫിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ ഇസാഫ് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇസാഫ്. ജൂൺ 4 ഈ ഒരു നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസമായിരുന്നു ഈ സ്റ്റോക്കിന്റെ ലോവസ്റ്റ് ലെവൽ കാണാൻ സാധിക്കുന്ന 49 രൂപ. നമ്മളൊക്കെ ഈ ഒരു കറന്റ് ലെവൽസിൽ നമുക്ക് ആക്ച്വലി നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണുന്നുണ്ട്. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 48 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ കേസിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൊമെന്റ് കാണണമെങ്കിൽ 56 രൂപയുടെ മുകളിൽ ഈ ഷെയർ ക്ലോസ് ചെയ്യണം. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സർ.